വീടിക്ക് കത്രിക പൂട്ടിട്ട് കെ.സി. വേണുഗോപാൽ. കെ.പി.സി.സി യോഗം വിളിക്ക് കെ.പി.സി.സി യോഗം ഇനി വൈകണ്ട. പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധിയാണെന്ന് കെ.സി. പക്ഷത്തിന്റെ മുറവിളി തലസ്ഥാനത്ത് രാഷ്ട്രീയ കേരളത്തിൽ. ഒടുവിൽ വിഴിഞ്ഞം, അതിനു മുമ്പ് വീര്യം കൂടിയ മദ്യത്തിന്റെ കാര്യത്തിൽ എത്രയെത്ര കാര്യങ്ങളിലാണ് ഇങ്ങനെ പ്രതിസ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ നിൽക്കുക. UDF യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തേ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോഴും എന്ന് UDF യോഗം വിളിക്കുമെന്നതിന്റെ കാര്യത്തിൽ ഒരു പോയിന്റ് പോലും ഡിസ്കഷൻ ഇല്ല. എന്നിട്ട് ഇപ്പോൾ KPCC അധ്യക്ഷന്റെ തീരുമാനവും വലിയ രീതിയിൽ വൈകിക്കൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വി.ഡി. പക്ഷം കേരളത്തിൽ മുഴുവൻ ചരടുവലികൾ നടത്തുന്നത് രാഷ്ട്രീയ കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തതുപോലെ KPCC അധ്യക്ഷനായും ഞാൻ വരയ്ക്കുന്ന വരയിൽ നിൽക്കുന്ന ആളുകൾ വേണമെന്ന വി.ഡിയുടെ വാശിയിലേക്ക്, ആ വലിയ ബഹുസ്വരതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന മട്ട് തോന്നുന്ന കോൺഗ്രസ് നേതാക്കളും കുറവല്ല, ചെറുതല്ല. അപ്പോഴാണ് ഒരു KPCC യോഗം പോലും വിളിക്കാതെ, നേതൃയോഗം പോലും വിളിക്കാതെ പാർട്ടി വേറെ എവിടെയോ പോയി കിടക്കുന്നു, മുഖ്യമന്ത്രിയുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ. ഓർക്കുക, MLA മാർ മുഴുവൻ KC പക്ഷത്താണ്. ഇവിടെ വലിയമായ ഒരു ക്യാമ്പയിനിങ് ഉണ്ടായി, വലിയ PR വർക്കുകൾ ഉണ്ടായി. ഒരു VS-ന് ശേഷം VDS എന്ന ഒരു വലിയ ത്വര ജനങ്ങളിൽ ഉണ്ടായതിന്റെ ആ ഒരു ഇമ്പാക്റ്റിൽ, ടെമ്പററി ഇമ്പാക്റ്റിൽ ഹൈക്കമാൻഡിന് പോലും വി.ഡി. സതീശന് മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു, മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷേ വി.ഡി. സതീശൻ അപ്രമാദിത്വമുള്ള ഒരാളല്ല, എല്ലാത്തിനും മുകളിൽ ജീവിക്കുന്ന ഒരാളല്ല. ഇത് കോൺഗ്രസ് ആണ്, ബഹുസ്വരതയുടെ ജനാധിപത്യത്തിന്റെ പാർട്ടിയാണ്. ഏതു സമയത്തും ചോദ്യങ്ങളുടെ ശരങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണോ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന്? വലിയ ഒരു ആൻസർ അതിൽ പറയേണ്ടതിൽ നിന്ന്. KPCC തെരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രിയല്ല, പക്ഷേ വി.ഡി. സതീശനോട് ആ വിഷയം ചോദിക്കുമ്പോൾ പൂക്കി മിനിസ്റ്ററുടെ, മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ KPCC നേതൃയോഗം വിളിക്കേണ്ടതും വി.ഡി. സതീശനല്ല, പക്ഷേ വി.ഡി. സതീശന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട് എന്ന് നിഷ്പക്ഷമതികൾ വിചാരിച്ചാൽ തെറ്റു പറയാനാവില്ല എന്നുള്ളതാണ്. UDF യോഗവും വിളിക്കുന്നതിൽ നിന്ന് വലിയ താമസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചോദ്യങ്ങളെ ഭയപ്പെടുന്ന, ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു തരാത്ത ആളാണ്, ഇഷ്ടപ്പെടുന്ന ചോദ്യം മാത്രം ചോദിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. പഴയ മുഖ്യമന്ത്രിയോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമോ എന്ന് പറയുമ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വൺ-വേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വി.ഡി. സതീശൻ മിടുക്കനാണ്. പക്ഷെ പാർട്ടിയുടെ അകത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭയപ്പെട്ടു തുടങ്ങിയോ എന്ന ഒരു ചോദ്യം, ഒരു ചിന്ത ഉടലെടുത്തു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വരുന്നതിലും നമുക്ക് തെറ്റിദ്ധരിക്കാനാവില്ല എന്നുള്ളതാണ്. പാർട്ടിക്ക് വിധേയനാകേണ്ടി വരുമോ സതീശൻ എന്ന വലിയ ചോദ്യമാണ് കടന്നു വരാൻ പോകുന്നത്. KC ആണ് മുറവിളി കൂട്ടുന്നത്, സാക്ഷാൽ KC, അതും മറക്കാതിരിക്കുക.